ഇൻസ്റ്റൻറ്റ് മോര് കറി, ടേസ്റ്റിയായ മോര് കറി ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. 1 കപ്പ് കട്ടിയുള്ള തൈരാണ്, ഇത് പുളിയുള്ള തൈരാണ്. അപ്പോൾ 1 കപ്പ് കട്ടിയുള്ള തൈര്, പിന്നെ 1/2 കപ്പ് തേങ്ങ, പിന്നെ 2 ടീസ്പൂൺ അരിപ്പൊടിയാണിത്, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് കരിവേപ്പില, പിന്നെ 2-3 പച്ചമുളക് കീറിയത്, പിന്നെ ആവശ്യമുള്ളത് 1 ടീസ്പൂൺ ചെറിയ ജീരകം, 3-4 വെളുത്തുള്ളിയുടെ അല്ലി, 2-3 ചെറിയ ഉള്ളി. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവാളൻ്റെ ഒരു കഷ്ണം എടുത്താൽ മതി. പിന്നെ താളിക്കാനായിട്ട് 1 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1/4 ടീസ്പൂൺ ഉലുവ, പിന്നെ 2-3 നുള്ള് കായം പൊടിയാണിത്, 2-3 നുള്ള് മതി. പിന്നെ 2-3 ചുവന്ന മുളക്, പിന്നെ ആവശ്യത്തിന് കരിവേപ്പില. അപ്പോൾ കറി ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് തേങ്ങ അരച്ചെടുക്കണം. ഇതിനായിട്ട് ഒരു മിക്സർ ജാർ എടുത്തിട്ട് ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ചെറിയ ജീരകം, പിന്നെ 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുക്കാം. അപ്പോൾ ഇതാ തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തൈര് ഇട്ട് കൊടുക്കാം. തൈര് ഒഴിച്ചു കൊടുത്തതിന് ശേഷം 1-2 മിനിറ്റ് നന്നായിട്ട് ഇത് അരച്ചെടുക്കണം. അപ്പോൾ അത് തേങ്ങയും തൈരൊക്കെ നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരത്തേക്ക് നമുക്ക് മാറ്റി വെക്കാം, പിന്നെ ബാക്കിയുള്ള പ്രിപ്പറേഷൻ ചെയ്യാം. ഇനി ചെയ്യേണ്ടത് ഒരു പാത്രം എടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് അരിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ പച്ചമുളകും കരിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അരിപ്പൊടിയൊക്കെ നന്നായിട്ട് ഡിസോൾവ് ആവുന്ന വരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്കിത് ഗ്യാസുമ്മ വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊണ്ട് കട്ടിയാക്കി എടുക്കണം, തിളപ്പിച്ചെടുക്കണം. വെള്ളം ബോയിൽ ആവാൻ തുടങ്ങിയാൽ ഇത് 2 മിനിറ്റോളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതാ വെള്ളം നന്നായിട്ട് 2-3 മിനിറ്റ് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അരിപ്പൊടി, മഞ്ഞളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് നമുക്ക് നേരത്തെ അരച്ച് വെച്ച തേങ്ങ, തൈരും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം പിന്നെയും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മിക്സർ ജാറിലുള്ള ബാക്കിയുള്ള തേങ്ങയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൽ തന്നെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ആ വെള്ളം കറിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഇനി ഈ കറി നമുക്കിങ്ങനെ ഇളക്കി കൊണ്ട് തന്നെ വേവിച്ചെടുക്കണം. ഒരു ബോയിൽ വരുന്നവരെ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊണ്ട് തന്നെ ഇത് ശരിയാക്കി എടുക്കണം. അങ്ങനെ ആ കറി തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. കൈ മാറ്റാതെ തന്നെ ഇളക്കി കൊണ്ട് ഇത് ശരിയാക്കി എടുക്കണം. പിന്നെ ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. കൈ മാറ്റാതെ തന്നെ ഇത് ഇളക്കി കൊണ്ട് തന്നെ ശരിയാക്കണം. കൈ പിരിയാനുള്ള അല്ലെങ്കിൽ ഇത് പിരിയാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി താളിക്കാനായിട്ട് ഒരു പാത്രം റെഡിയാക്കിയിട്ടുണ്ട്. ഇത് ചൂടാക്കിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 1-1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായ ഇതിലേക്ക് കടുക്, ജീരകം, ഉലുവ ഇത് 3ഉം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പൊട്ടിച്ചെടുക്കാം. കടുകൊക്കെ നന്നായിട്ട് പൊട്ടിച്ച് എടുക്കണം. കടുകും ജീരകമൊക്കെ നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് കായം പൊടി, പിന്നെ വേപ്പിൻ്റെ ഇലയും ചുവന്ന മുളകും നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുത്തിട്ട് നമുക്കിത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി വേറെ ഒന്നും ചെയ്യാനില്ല, ഇത് സെർവ് ചെയ്യാം. എന്നിട്ട് ചോറ്, പപ്പടം, അച്ചാറൊക്കെ വെച്ചിട്ട് എൻജോയ് ചെയ്യാം. നല്ല ടേസ്റ്റിയാണ്, സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ റെഡി ആവുന്ന ഒരു കറിയാണ്. അപ്പോൾ ട്രൈ ചെയ്യുക, എന്നിട്ട് ഞങ്ങളെ അറിയിക്കുക എങ്ങനെ ഉണ്ടായിരുന്നെന്ന്. റെസിപ്പി ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്ത് കൊടുക്കണം പുതിയ റെസിപ്പീസിൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.